2 ശമൂവേൽ 22:33 ദൈവം എൻ്റെ ഉറപ്പുള്ള കോട്ട, നിഷ്കളങ്കനെ അവൻ വഴി നടത്തുന്നു. ഒരു ദൈവ പൈതൽ എപ്പോഴും കർത്താവിൽ തന്നെ ആശ്രയിക്കുന്ന, കർത്താവിനായി കാത്തിരിക്കുന്ന ഒരു അനുഭവമാണ് ഒരു ദൈവ പൈതലിനുള്ളത്. ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതികൂലങ്ങൾ ഈ ലോക ജീവിതത്തിൽ വന്നേക്കാം. എന്നാൽ വരുന്ന പ്രതികൂലങ്ങളിൽ നിന്നെല്ലാം ഒരു അഭയസ്ഥാനം കർത്താവ് തന്നെയാണ് എന്നുള്ള ഒരു ഉറച്ച ബോധ്യം ഒരു ദൈവപൈതലിൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ആമേൻ. ഇവിടെ ഒരു ദൈവപൈതൽ പറയുകയാണ്, ദൈവം എൻ്റെ ഉറപ്പുള്ള കോട്ടയാണ്. മനുഷ്യരൊക്കെ എനിക്കെതിരായി മാറിയാലും എനിക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെഫ്യൂജ്, എൻ്റെ സങ്കേതമായി കർത്താവ് എനിക്കായിട്ടുണ്ട്. വീണ്ടും പറയുകയാണ്, നിഷ്കളങ്കനെ അവൻ വഴി നടത്തുന്നു. കാപട്യമുള്ളവനെ അല്ല, ദുഷ്ടനെയല്ല, അഹങ്കാരിയല്ല, വഞ്ചകനെയല്ല. പകരം നിഷ്കളങ്കനെ വഴി നടത്തുന്ന ഒരു ദൈവത്തെയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. നോക്കുക, നമ്മുടെ ജീവിതത്തിൽ നിഷ്കളങ്കതയുണ്ടോ? ആമേൻ. ഇയ്യോബ് നേരുള്ളവനായിരുന്നു, ദോഷം വിട്ടകലുന്നവനായിരുന്നു. നോഹ നിഷ്കളങ്കനായിരുന്നു. ഇങ്ങനെയുള്ള ദൈവമക്കളോടാണ് ദൈവത്തിൻ്റെ സഹവാസം ഉണ്ടായിരുന്നത്. നമ്മുടെ ജീവിതത്തിൽ നീതിയുണ്ടെങ്കിൽ, സത്യമുണ്ടെങ്കിൽ, താഴ്മയുണ്ടെങ്കിൽ, ദൈവഭയമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സഹവാസം നമുക്കുണ്ടാകും. നമ്മെ കർത്താവ് വഴി നടത്തും, നമ്മെ കർത്താവ് സഹായിക്കും. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇഷ്ടപ്പെടുന്ന നിലവാരങ്ങൾ ഉണ്ടായിരിക്കുവാൻ തക്കവണ്ണം നമുക്ക് നമ്മെ സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തെ അതിനായി നമുക്ക് സൂക്ഷിക്കാം. അങ്ങനെയെങ്കിൽ കർത്താവ് നമ്മെ വഴി നടത്തും, കർത്താവ് നമ്മെ സഹായിക്കും, ദൈവത്തിൻ്റെ മഹത്വം നമ്മിൽ വെളിപ്പെടും. എത്ര വലിയ പ്രതികൂലങ്ങൾക്കിടയിലും നശിച്ചു പോകാതവണ്ണം, തകർന്നു പോകാതവണ്ണം, തലകുനിഞ്ഞു പോകാതവണ്ണം, ലജ്ജിച്ചു പോകാതവണ്ണം കർത്താവ് നമ്മെ വഴി നടത്തും. ഉറപ്പുള്ള കോട്ടയായി ആമേൻ നമുക്ക് കർത്താവിനെ വെച്ചിരിക്കാമോ? അങ്ങനെയെങ്കിൽ നിഷ്കളങ്കനായി നമ്മെ നാം കാത്തു സൂക്ഷിക്കാമെങ്കിൽ ദൈവത്തിൻ്റെ വലിയ തേജസ്സും മഹത്വവും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. നമുക്കത് സ്വന്തമാകാം. മേ ഗോഡ് ബ്ലെസ് യു.